ശംസിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദരങ്ങളെ, പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല എന്ന പഠന പരമ്പരയുടെ 8ാമത്തെ ക്ലാസ്സിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. പുസ്തകത്തിൻ്റെ 8ാമത്തെ നമ്പറാണ് 8ാമത്തെ ക്ലാസ്സായിട്ട് നമ്മൾ റെഡിയാക്കിയിരിക്കുക എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ. ഇതിൻ്റെ ആമുഖം എന്ന് പറയുന്നത് ലോകസമാധാനം പ്രത്യാശയുടെ ഒന്നാമത്തെ അടയാളം എന്നുള്ളതാണ്. ഇന്നത്തെ ഈ ക്ലാസ് ഒരു ചോദ്യത്തോടു കൂടി ആരംഭിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഇന്നത്തെ ലോകത്തിൽ ഏറ്റവും അധികം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്താണ്? എല്ലാവർക്കും ഉത്തരം അറിയാവുന്ന കാര്യമാണ്. ശാന്തിയും സമാധാനവും, യുദ്ധങ്ങളും കലഹങ്ങളും, അതുപോലെ തന്നെ മനുഷ്യൻ്റെ ഹൃദയത്തിലെ അസ്ഥിരാവസ്ഥയുമൊക്കെ മുന്നോട്ട് വരുന്നതിനനുസരിച്ച് ശാന്തിയും സമാധാനവും നഷ്ടപ്പെട്ടു പോവുകയാണ്. പ്രധാനപ്പെട്ട ആശയമെന്ന് പറയുന്നത് പ്രത്യാശയുടെ അടയാളമായി മനുഷ്യഹൃദയങ്ങളിലെ ആഴമായ ഒരു ദാഹം ശമിപ്പിക്കാനായിട്ട് ലോകസമാധാനത്തിനായിട്ടുള്ളൊരു വലിയൊരു പ്രാർത്ഥനയായിട്ടാണ് മുന്നോട്ട് പോവുക. ലോകസമാധാനത്തിനായിട്ടുള്ള മനുഷ്യഹൃദയങ്ങളുടെ ആഴമായ ദാഹം, ഈ ആഗ്രഹം ലോകത്തിൽ നന്മയുണ്ട് എന്നതിൻ്റെ ഒരു തെളിവാണ്. മനുഷ്യൻ്റെ ഹൃദയത്തിൽ നന്മയോടുള്ള അല്ലെങ്കിൽ ലോകസമാധാനത്തിന് വേണ്ടിയുള്ളൊരു ദാഹം ഉണ്ട് എന്നുള്ളത്, ലോകത്തിൽ നന്മ ആഗ്രഹിക്കുന്നവരുണ്ട് എന്നും അങ്ങനെ ലോകത്തിൽ നന്മയുണ്ട് എന്നതിൻ്റെ ഒരു തെളിവാണ്. മനുഷ്യരാശിയുടെ ഏറ്റവും വലിയ ദാഹമായി ലോകസമാധാനം വീണ്ടും യുദ്ധമെന്ന ദുരിതത്തിൽ മുങ്ങിയിരിക്കുകയാണ്. ഈ നാളുകളിൽ നമ്മൾ പത്രത്തിലൂടെയും മറ്റു കാര്യങ്ങളിലൊക്കെ ലോകത്തിൽ നടക്കുന്ന യുദ്ധങ്ങളെയും യുദ്ധക്കെടുതികളെക്കുറിച്ചുമൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്. പരിശുദ്ധ പിതാക്കന്മാർ അതിന് നൽകുന്ന ആഹ്വാനങ്ങളും ലോകസമാധാനത്തിന് വേണ്ടിയൊക്കെ നമ്മൾ മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ എല്ലാം വെളിച്ചത്തിലാണ് പരിശുദ്ധ പിതാവ് ഈ ഒരു കാര്യം നമ്മളോട് ഓർമ്മിപ്പിക്കുക. ഇതിൻ്റെ വെല്ലുവിളി എന്ന് പറയുന്നത് ലോകസമാധാനത്തിനായിട്ടുള്ള ദാഹം പ്രത്യാശയുടെ അടയാളമായിരിക്കുമ്പോൾ തന്നെ നാം വീണ്ടും ഒരു അഗ്നിപരീക്ഷ നേരിടുകയാണ്. അത് ഈ അസമാധാനത്തിൻ്റെ യുദ്ധങ്ങളും യുദ്ധകാഹങ്ങളും തന്നെയാണ്. ദുരന്തമുഖത്തെ ലോകം അതിന് ഭീകരാനുഭവങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. കഴിഞ്ഞ കാലത്തെ ഭീകരാനുഭവങ്ങളിൽ നിന്ന് നമ്മൾ പാഠം പഠിച്ചില്ലേ എന്നൊരു ചോദ്യം എപ്പോഴും ഉള്ളിൽ നന്മയുള്ളവർ ചോദിക്കാറുണ്ട്. നല്ല മനുഷ്യരൊക്കെ അത് ചോദിക്കുന്നുണ്ട്. കാരണം യുദ്ധങ്ങൾക്കൊന്നും ഒരു സമാധാനവും കൊണ്ടുവരാനായിട്ട് സാധിച്ചിട്ടില്ല. അങ്ങനെ ചരിത്രം ആവർത്തിക്കുകയാണ്. വീണ്ടും ഒരു അഗ്നിപരീക്ഷയിലേക്ക് ലോകം നീങ്ങുന്നത് എന്തുകൊണ്ടാണ് എന്നൊക്കെ ചോദ്യങ്ങൾ നമ്മൾ ചോദിക്കാറുണ്ട്. ഇതെല്ലാം നമ്മൾ വ്യക്തിപരമായി ചോദിക്കുകയും സാമൂഹിക രാഷ്ട്രീയ നേതാക്കന്മാർ ആ ഒരു ചോദ്യം ഒരുമിച്ചിരുന്ന് ചോദിച്ച് മനസ്സിലാക്കുകയും ചെയ്യേണ്ടതാണ്. ഇതിനെല്ലാം ഇരയാക്കപ്പെടുന്ന ഒരു ജനതയെക്കുറിച്ചുള്ള ചിന്തയുണ്ടാവുക എന്നുള്ളതാണ് പരമപ്രധാനം. അതിക്രമത്തിനും പൈശാചികതയ്ക്കുമൊക്കെ ഇരയാക്കപ്പെടുന്ന അസംഖ്യം ജനങ്ങളുണ്ട്. യുദ്ധങ്ങൾ മനുഷ്യൻ്റെ അന്തസ്സിനും ജീവനും മേലേൽപ്പിക്കുന്ന മുറിവുകൾക്ക് കണക്കില്ല എന്ന് നമുക്കറിയാം. യുദ്ധമേഖലകളിലെ വേദന, യുദ്ധങ്ങളാൽ തകർക്കുന്ന ജനതയുടെ ഭാവിയെക്കുറിച്ചുള്ള ചോദ്യം, ഇത്രയേറെ സഹിച്ച ജനത്തിനു വേണ്ടി അവരുടെ ഭാവി എന്താണ്, അവർക്കെന്താണ് ഭാവിയായിട്ട് വച്ചിട്ടുള്ളത് എന്ന് എപ്പോഴൊക്കെ നമ്മൾ ചിന്തിക്കാറുണ്ട്. പരിശുദ്ധ പിതാവും സൂചിപ്പിക്കുന്നതാണ് ഈ ലോകസമാധാനത്തെക്കുറിച്ച് പറയുമ്പോൾ ഇങ്ങനെയുള്ള ചിന്തകൾ നമ്മുടെ മനുഷ്യൻ്റെ ഹൃദയത്തിലെ ഭരിക്കുകയും അങ്ങനെ ലോകസമാധാനത്തിന് വേണ്ടി പ്രത്യാശയോടെ പ്രവർത്തിക്കുകയും ചെയ്യണമെന്നാണ് പരിശുദ്ധ പിതാവ് സൂചിപ്പിക്കുക. ഒരു ദയനീയമായ വിലാപമാണ് സഹായത്തിനായുള്ള അവരുടെ ഈ യുദ്ധങ്ങളിൽ വേദന അനുഭവിക്കുന്ന തകർന്ന ജനതയുടെ ഒരു വിലാപം, സഹായത്തിനായുള്ള അവരുടെ ദയനീയമായ വിലാപം നാം കേൾക്കുന്നുണ്ട്. പ്രത്യേകിച്ച് യുദ്ധകാലഘട്ടങ്ങളിൽ റോം, വത്തിക്കാൻ പ്രത്യേകിച്ച് ഇടപെട്ടുകൊണ്ട് വേദന അനുഭവിച്ച ജനങ്ങൾക്ക് സഹായം എത്തിച്ചു കൊടുക്കാനായിട്ട് എപ്പോഴും പരിശ്രമിക്കുന്നുണ്ട്. ഇത്ര വലിയ യുദ്ധങ്ങളാണെങ്കിൽ പോലും അത് അവർക്ക് പ്രത്യാശ നൽകുവാനും ആ ജനത്തിൻ്റെ ദയനീയമായ സ്വരം കേട്ടുകൊണ്ട് ആ യുദ്ധ മേഖലയിൽ അവരെ സഹായിക്കാൻ ഇറങ്ങുന്നതിൻ്റെ ഒരു തെളിവാണ്. നമ്മുടെ ജീവിതത്തിൽ സമാധാനത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന സമയങ്ങളെക്കുറിച്ച് പ്രത്യേകം ചിന്തിക്കേണ്ട ഒരു കാലഘട്ടത്തിലാണ് നമ്മളിപ്പോൾ ആയിരിക്കുക. പ്രത്യേകിച്ച് ക്രിസ്മസ്, ലോകസമാധാനത്തിൻ്റെ നായകനായ ഈശോയുടെ പ്രവിയുടെ തിരുനാളിനോടനുബന്ധിച്ച് നമ്മൾ അങ്ങനെയാണ് ചെയ്യുക. അതുപോലെ ഈ യുദ്ധങ്ങൾ ഉണ്ടാകുന്നതോടെ തന്നെ പ്രാദേശിക സംഘർഷങ്ങളെക്കുറിച്ചും പരിശുദ്ധ പിതാവ് സൂചിപ്പിക്കുകയാണ്. ഈ പ്രാദേശിക സംഘർഷങ്ങളും ആഗോള ഭീഷണിയായി മാറുകയാണ്. പ്രാദേശികമായ യുദ്ധങ്ങൾ, സംഘർഷങ്ങൾ, ഇവയെല്ലാം ആഗോളമായ തലത്തിൽ
വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നതാണ്. ഉദാഹരണത്തിന് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാവും, അതായത് വസ്തുക്കളുടെ ചരക്ക് നീക്കങ്ങളുടെ വിലവർധന ഉണ്ടാകുന്നു, അഭയാർത്ഥി പ്രവാഹങ്ങളുണ്ടാകുന്നു, രാഷ്ട്രീയമായ അസ്ഥിരാവസ്ഥയുണ്ടാകുന്നു. ഇവയെല്ലാം ആഗോള ഭീഷണിയായിട്ട് മാറുകയാണ്. എന്തുകൊണ്ടാണ് ഇതെല്ലാം ഈ ലോക നേതാക്കൾക്ക് ഈ സംഘർഷങ്ങൾ പരിഹരിക്കാൻ കഴിയാത്തത് എന്നൊരു ചിന്ത കൂടി ഇവിടെ പരിശുദ്ധ പിതാവ് മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അതായത് രാഷ്ട്രീയക്കാരുടെ നേതാക്കന്മാർ ഇച്ഛാശക്തിയുടെ കുറവാണ്. കാരണം അവർക്ക് സാമ്പത്തിക താല്പര്യങ്ങൾ, ആയുധ കച്ചവട ലോബികൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ മുന്നോട്ട് വരുമ്പോൾ ലോക നേതാക്കൾക്ക് ഒരു ലോക സമാധാനത്തിന് വേണ്ടി പ്രേരണയാകുന്നില്ല എന്നൊരു ചോദ്യം അവിടെ നിൽക്കുകയാണ്. സ്വപ്നം കാണുന്നത് അധികമായി മാറുകയാണ്. പലപ്പോഴും ആയുധങ്ങൾ നിശബ്ദമാകുമെന്നും മരണത്തിൻ്റെ മഴ അവസാനിക്കുമെന്നും സ്വപ്നം കാണുന്നത് അമിതമായൊരു ആവശ്യമാണോ എന്നൊരു സംവാദത്തിന് തന്നെ ഉപയോഗിക്കാൻ പറ്റുന്നൊരു വിഷയമായി മാറുകയാണെന്ന് കൂടി സൂചിപ്പിക്കുകയാണ്. ഇവിടെ ജൂബിലിയുടെ സന്ദേശം എന്ന് പറയുന്നത് ബൈബിൾ സന്ദേശം തന്നെയാണ്. സമാധാനം സ്ഥാപിക്കുന്നവർക്ക് ലഭിക്കുന്ന ഉന്നതമായ പ്രതിഫലം വിശുദ്ധ ഗ്രന്ഥം നമ്മെ പഠിപ്പിക്കുന്നതാണല്ലോ. സമാധാനം സ്ഥാപിക്കുന്നവർ ദൈവപുത്രന്മാരെന്ന് വിളിക്കപ്പെടുമെന്നാണ് മത്തായി സുവിശേഷം 5-9 വാക്യമാണ്. അതാണ് ഈ ജൂബിലി വർഷത്തിൽ നമ്മെ ഓർമ്മിപ്പിക്കുക. ലോകത്തിൽ അസ്ഥിരാവസ്ഥയുണ്ടാകുമ്പോൾ, സമാധാനം നഷ്ടപ്പെടുമ്പോൾ, ലോകത്തിൽ സമാധാനം സ്ഥാപിച്ചുകൊണ്ട് ദൈവപുത്രരെന്ന് വിളിക്കപ്പെടണമെന്നുള്ള വലിയൊരു ആഹ്വാനം മത്തായി സുവിശേഷം 5-9 ഉദ്ധരിച്ചുകൊണ്ട് പരിശുദ്ധ പിതാവ് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. സമാധാനം സ്ഥാപിക്കുക എന്നത് ഒരു ക്രിസ്തീയ ആദർശം മാത്രമല്ല, ദൈവികമായൊരു ദൗത്യമാണ് എന്നുകൂടി ഓർമ്മിക്കുകയാണ്. ഒരു ഡിവൈൻ മിഷനാണ്, ദൈവികമായൊരു ദൗത്യമാണ്. സമാധാനം ആഗ്രഹിക്കുന്നതിനപ്പുറം അത് സ്ഥാപിക്കുന്നവരായി മാറാനായിട്ട് ആഹ്വാനം ചെയ്യുക എന്നുള്ളതാണ്. എല്ലാവരും സമാധാനം ആഗ്രഹിക്കുന്നവരാണ്, ആർക്കും ആഗ്രഹമില്ലാഞ്ഞിട്ടൊന്നുമില്ല. പക്ഷേ അത് സ്ഥാപിക്കുന്നവരായി മാറാനായിട്ടും കൂടി പരിശ്രമിക്കണമെന്ന് പരിശുദ്ധ പിതാവ് സൂചിപ്പിക്കുന്നു. അതിനുള്ള വെല്ലുവിളികളും നടപടികളും എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. സമാധാനത്തിനായുള്ള ആവശ്യം നമ്മെ ഓരോരുത്തരെയും വെല്ലുവിളിക്കുന്നുണ്ട്. വെറുതെ ആഗ്രഹിച്ചാൽ മാത്രം പോരാ, ഫലപ്രദമായ നടപടികൾ എടുക്കണം. ലോകസമാധാനത്തിനു വേണ്ടി നാം നമ്മുടെ ഉള്ളിൽ തന്നെ ആദ്യം സമാധാനം കണ്ടെത്തുക, നാം ആയിരിക്കുന്ന ചുറ്റുപാടുകളിൽ സമാധാനം സ്ഥാപിക്കാനായിട്ട് പരിശ്രമിക്കുക. അങ്ങനെ പ്രാദേശികമായ സ്ഥലങ്ങളിൽ ഉണ്ടാകുന്ന സമാധാനം ലോകസമാധാനത്തിന് കാരണമായി തീരും എന്ന കാര്യം ഓർക്കുക. ശാശ്വതമായ സമാധാനത്തിന് വേണ്ടിയുള്ള ചർച്ചകൾക്ക് അത് നയതന്ത്ര മേഖലകളിൽ വരുന്ന കാര്യങ്ങൾ വിശ്രമരഹിതമായി പരിശ്രമിക്കണം എന്ന കാര്യം പരിശുദ്ധ പിതാവ് ഓർക്കുകയാണ്. നയതന്ത്രം പരാജയപ്പെടുമ്പോഴും വീണ്ടും വീണ്ടും സമാധാനത്തിനായുള്ള വഴികൾ തേടുന്നതിൽ അശ്രാന്തമായ പരിശ്രമം ഉണ്ടാകണമെന്ന് സൂചിപ്പിക്കുകയാണ്. അതിന് 3 പ്രധാനപ്പെട്ട സമീപനങ്ങളാണ് പരിശുദ്ധ പിതാവ് സൂചിപ്പിക്കുക. ഒന്ന്, ശാന്തതയോടെ സമീപിക്കണം. ഈ സമാധാനത്തിന് വേണ്ടിയുള്ള അസാന്ദ്ര പരിശ്രമം എന്ന് പറയുന്നത് ഒന്ന് ശാന്തതയോടെയാകണം. വികാരങ്ങളെ മാറ്റി നിർത്തി സമാധാനപരമായ ചർച്ചയ്ക്ക് തയ്യാറാകണം. യുദ്ധങ്ങളുണ്ടാകുന്ന രാഷ്ട്രങ്ങൾ തമ്മിൽ വികാരങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകണം. അങ്ങനെ ശാന്തതയുണ്ടാകണം. 2, ധീരതയോടെയാണ്. ദുർഘടമായ വിഷയങ്ങൾ പോലും ചർച്ച ചെയ്യാനായിട്ട് മടി കാണിക്കാതെ ഇരിക്കണം. ധീരതയോടെ അത് ചർച്ച ചെയ്യണം. അതായത് ഏകപക്ഷീയമായ രീതിയിൽ ഒരു സമാധാന സ്ഥാപനത്തിന് വേണ്ടി ചർച്ചയിലേക്ക് പോകരുത് എന്ന് തന്നെയാണ് പറയുക. കാരണം അത് താൽക്കാലിക സമാധാനം മാത്രമേ ഉള്ളൂ. ഏകപക്ഷീയമായി വരുമ്പോൾ ഒരു അടിച്ചമർത്തൽ പോലെയോ അല്ലെങ്കിൽ ഒരു നിസ്സഹായാവസ്ഥയെ ചൂഷണം ചെയ്യുന്നത് പോലെ ആവരുത്. അതുപോലെ ഒരു സർഗാത്മകത ഉണ്ടാവണം. പഴയ രീതികളിൽ ഊന്നാതെ പുതിയ പരിഹാര മാർഗ്ഗങ്ങൾ കണ്ടെത്തുക എന്നുള്ളതാണ്. ഒരു സർഗാത്മകമായൊരു ആശയം അവിടെ ഉണ്ടാവേണ്ടതുണ്ട്. അതായത് ഈ സമാധാനത്തിന് വേണ്ടിയുള്ള 3 പരിശ്രമങ്ങളാണ്, 3 സമീപനങ്ങളാണ്. ഒന്ന് ശാന്തതയോടെ ആയിരിക്കണം, ധീരതയോടെ ആയിരിക്കണം, സർഗാത്മകതയോടെ ആയിരിക്കണം. ക്രിയാത്മകമായ രീതിയിലുള്ള കാര്യങ്ങളുണ്ടാവണം. അതാണ് പ്രത്യേകമായിട്ട് പറയുക. ചുരുക്കത്തിൽ ഇന്നത്തെ ക്ലാസ്സിനെ നമ്മൾ ചുരുക്കിയാൽ ഇതേ ഉള്ളൂ. പ്രത്യാശയുടെ പ്രഥമ അടയാളം എന്ന് പറയുന്നത് ലോകസമാധാനമാണ്. യുദ്ധങ്ങളെക്കുറിച്ചുള്ള ഭീകരമായ ഓർമ്മകൾ നമ്മെ നയതന്ത്രത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ശ്രമങ്ങളുടെ പ്രാധാന്യത്തെ ഓർമ്മിപ്പിക്കുകയാണ്. യുദ്ധങ്ങളുണ്ടാകുമ്പോൾ നയതന്ത്രങ്ങൾ മനോഹരമായി നടക്കട്ടെ എന്നുള്ളതാണ്. അവസാന സന്ദേശം എന്ന് പറയുന്നത് നമ്മൾ ഓരോരുത്തരുടെയും ഉള്ളിൽ സമാധാനം ഉണ്ടെങ്കിൽ മാത്രമേ ലോകത്തിൽ സമാധാനം ഉണ്ടാകാനായിട്ട് സാധിക്കുകയുള്ളൂ. ഒരു പ്രതിജ്ഞ പോലെ നമുക്ക് എടുക്കാൻ പറ്റുന്ന കാര്യം ഇതാണ്: ഞാൻ സമാധാനത്തിനായിട്ട് ദാഹിക്കുന്നു, ഞാൻ സമാധാനം സ്ഥാപിക്കുന്നവനായി മാറും. ഈ ഒരു പ്രതിജ്ഞാവാചകം നമ്മുടെ ഹൃദയത്തിൽ എപ്പോഴും ഉണ്ടാവട്ടെ. സമാധാനത്തിൻ്റെ
വലിയ വക്താക്കളായി മാറുവാനായിട്ട് നമുക്ക് സാധിക്കണം. അതിന് നമ്മുടെ ഉള്ളിൽ തന്നെ നമുക്ക് ആദ്യം സമാധാനം കണ്ടെത്താനാണ് സാധിക്കണമെന്ന് പരിശുദ്ധ പിതാവ് സൂചിപ്പിക്കുകയാണ്. ഇന്നത്തെ നമ്മുടെ ഒരു ചോദ്യവും ഇങ്ങനെ തന്നെയാവട്ടെ. ഈ സമാധാനം നമ്മുടെ ഉള്ളിൽ, പ്രത്യേകിച്ച് ഈ പ്രശ്നകലുഷിതമായ ലോകത്തിലൂടെ കടന്നു പോകുമ്പോൾ നന്മയുടെ നല്ലൊരു വശമുണ്ട് എന്ന് ഇന്നലത്തെ ക്ലാസ്സിൽ നമ്മൾ കണ്ടിരുന്നു. എല്ലായിടത്തും അസമാധാനത്തിൻ്റെ മേഖലകൾ മാത്രമേ ഉള്ളൂ എന്ന് വിചാരിക്കരുത്. നന്മയുടെ വലിയ നന്മകളെ നമ്മൾ മനസ്സിലാക്കണമെന്ന് ഇന്നലത്തെ ക്ലാസ്സിൽ നമ്മൾ കണ്ട കാര്യമാണ്. അത് സൂചിപ്പിച്ചുകൊണ്ട് തന്നെയാണ്, അത് ഓർമ്മയിൽ വെച്ചുകൊണ്ട് തന്നെ ഈ ലോകത്തിലെ അസമാധാനത്തിൻ്റെ മേഖലകളിൽ, പ്രത്യേകിച്ചും പ്രാദേശികമായ സ്ഥലങ്ങളിൽ, ഇപ്പോൾ നമ്മുടെ വീട്ടിലായിക്കൊള്ളട്ടെ, നമ്മുടെ ഇടവകയിലായിക്കൊള്ളട്ടെ, അതായത് നമ്മുടെ വ്യക്തി ജീവിതത്തിലായിക്കൊള്ളട്ടെ, അസമാധാനത്തിൻ്റെ ചില ലക്ഷണങ്ങൾ കാണുമ്പോൾ ഒരു ക്രൈസ്തവൻ എന്ന നിലയിൽ, സമാധാനം സ്ഥാപിക്കുവാൻ പ്രതിജ്ഞയെടുത്തവൻ എന്ന നിലയിൽ, സമാധാന സ്ഥാപകൻ ദൈവപുത്രന്മാരെന്ന് വിളിക്കപ്പെടുന്നുള്ള വചനത്തിൻ്റെ വെളിച്ചത്തിൽ ഒരു സമാധാന സ്ഥാപകനാകുവാനായിട്ട് ഞാൻ എത്രമാത്രം എൻ്റെ സമയം, എൻ്റെ കഴിവ്, എനിക്ക് ലഭിച്ചിരിക്കുന്ന സാഹചര്യങ്ങളെ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട് എന്നൊന്ന് പരിശോധിക്കുക. ലോകസമാധാനത്തിനു വേണ്ടി വ്യക്തിപരമായ സമാധാനം എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഞാൻ എങ്ങനെ രൂപീകരിക്കുന്നു, അതുപോലെ തന്നെ ഞാൻ ആയിരിക്കുന്ന സ്ഥലങ്ങളിൽ ആ സമാധാനം സ്ഥാപിക്കുവാനും വേണ്ടി ഞാൻ എത്രമാത്രം പരിശ്രമിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ എങ്ങനെയാണ് പരിശ്രമിക്കാനായിട്ട് ആഗ്രഹിക്കുക എന്നുള്ള കാര്യം കൂടി നമുക്ക് പരിശോധനയ്ക്ക് വിധേയമാക്കാം. ഏവരെയും നല്ലവനായ ഈശോ, സമാധാനത്തിൻ്റെ നാഥനായ ഈശോ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഉദ്ധിതനായ ഈശോ ആദ്യം ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് പറയുന്ന ഒരു കാര്യം തന്നെയാണല്ലോ, സമാധാനം നിങ്ങളോട് കൂടെ എന്നാണ് പറയുന്നത്. ആ സമാധാനത്തിൻ്റെ ആശംസയാണ് ലോകം മുഴുവനും നമുക്ക് നൽകുവാനായിട്ടുള്ളത്. അതൊരു ക്രൈസ്തവ നില നമുക്ക് മറന്നു പോകാതിരിക്കാം. നമ്മൾ ചെല്ലുന്ന സ്ഥലങ്ങളിൽ, കണ്ടുമുട്ടുന്ന വ്യക്തികളിൽ സമാധാനം സ്ഥാപിക്കാനായിട്ട് നമുക്ക് പ്രതിജ്ഞയെടുക്കുകയും ചെയ്യാം. ഈശോ അനുഗ്രഹിക്കട്ടെ.